all, welcome back. ഹാഷ്ഡിൻ ഷെയ്ൻ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ടൂർ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഒരു ട്രിപ്പാണ്, ബാംഗ്ലൂരിലേക്കാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കാറിലാണ് യാത്ര പോയത്. അപ്പോൾ ഇതൊരു അതായത് മടിക്കേരി മൈസൂർ റൂട്ട് വഴിയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ആ ഒരു റൂട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ മടിക്കേരിയാണ്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പെരുന്ന കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഈവനിങ് ആണിത്. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് പോകുമ്പോൾ ഉണ്ടായത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ പോകുന്ന വഴിയാണ് ആ പ്ലേസിൽ എത്തിയതിന് ശേഷത്തേക്കാളും പോകുന്ന ആ ഒരു റൂട്ടൊക്കെയാണ് പലപ്പോഴും എൻജോയ് ചെയ്യാറും അധികം മനോഹരമായിട്ട് ഉണ്ടാവാറുള്ളത്. അതുപോലെയാണ് ഇപ്പോൾ ഇത് ഫീൽ ചെയ്തത്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള നാച്ചുറൽ ഫീലിംഗ് ആണ് കിട്ടിയത്. ഇപ്പോൾ ഒരു ചക്കൻ്റെ മാങ്ങാൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് പോകുന്ന വഴിയിലധികവും ചക്കയൊക്കെയാണ് കണ്ടത്. ഇപ്പോൾ പിന്നെ ഒരു ബ്ലാക്ക് ഒരു സീഡ് ഉണ്ടായിരുന്നു. ഇത് ഞാവൽപ്പഴം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഇവിടെയൊക്കെ. നല്ലൊരു ക്ലൈമറ്റിൻ്റെ ഒരു ഭംഗിയാണ്. ഒരു ലൈറ്റ് ഒരു ചാറ്റൽ മഴയും അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്ലൈമറ്റും ഒരു തണുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം രാത്രിയോട് അടുക്കാനായി. വൈകുന്നേരം ഒരു 6 PM ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ക്രിക്കറ്റ് സ്റ്റേഡിയം മൈസൂർ. ഉള്ളവരിലേക്ക് പോകണമെങ്കിൽ അതിന് ഈയുടെ പൈസ കൊടുക്കണമല്ലോ. ഇങ്ങനെ പറയണ്ടേ, ഇതിലേക്ക് 2 മണിക്കൂർ വാങ്ങണം. ചെന്ന് 2 മണിക്കൂറോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോട്ടലൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഹോട്ടൽ മാത്രമാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്.
ബസ്സിന് സൗണ്ടാണ് ഗൈസ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് അവിടെ അടുത്തുണ്ടായ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് പിന്നെ അവിടുത്തെ നമ്മൾ നിന്ന റൂമിലെ ആൾ നമുക്കൊരു ചെറിയ മിനി ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. അവർ ഏകദേശം ബാംഗ്ലൂർ ടൂറ് പ്ലേസൊക്കെ കാണിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വൈകുന്നേരം വരെയാണ് അവരുടെ ടൈം. അപ്പോൾ ഒരാൾക്ക് 600 രൂപ വെച്ചാണ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് കുട്ടികൾക്കൊന്നും കുറവൊന്നുമില്ല, സീറ്റിൽ വെച്ചിട്ടാണ് പൈസ ഈ വാൻ്റെ പൈസ വാങ്ങിയിട്ടുണ്ടായത്. നമ്മൾ ബാംഗ്ലൂരിൽ വരുമ്പോൾ കാറിൽ തന്നെയാണ് വന്നത്, വണ്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരാണെങ്കിൽ കറക്റ്റ് സ്ഥലമൊക്കെ കാണിച്ചു തരും എന്ന് വിചാരിച്ച് ആണ് ഇതൊക്കെ പറഞ്ഞത്. വഴിയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ടൈം ഇത് ലിമിറ്റ് ചെയ്യാൻ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ഓണർ പോകുന്ന റൂട്ടൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇത് ഇന്ന റൂട്ടാണ്, ഈ റോഡിനെ പറയുന്നത് എന്താണ്, പിന്നെ പോകുന്ന വഴിയുള്ള ചെറിയ ഒരു റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തരാം. എല്ലാം ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടാണ് പോയത്. അതായത് ഫാക്ടറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ സോപ്പിൻ്റെ ഒക്കെ ഫാക്ടറി ഉണ്ടായിരുന്നു, പിന്നെ സാരിയുടെ ഒക്കെ ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നാണ് പോയത്. ഇപ്പോൾ നമ്മുടെ കൂടെ വേറെ ഫാമിലീസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ റിലിജിയനിൽപ്പെട്ടവരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ അമ്പലം എന്ന് പറയുന്നില്ല, അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അവർ അവിടെ വിസിറ്റ് ചെയ്യാൻ കയറിയപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചത് ഒരു മിനി ആയിട്ടാണ് കഴിച്ചത്, പെട്ടെന്ന് കഴിച്ചത്. അതുകൊണ്ട് കുറച്ച് ടീ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോയത്. അതിൻ്റെ വളരെ സെൽഫിന് अंदर नहीं जा सकते, खाली फैक्ट्री बंद है, ഫാക്ടറി ബന്ധു बनता है ഇതെല്ലാതായിരിക്കല്ല ബ്ലൂലെ ഫുള്ള് आगे लेफ्ट में देखिए बैंगलोर का एशियन का फैक्ट्री ഫാക്ടറി ഇപ്പോൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് പാലസാണ്, ബാംഗ്ലൂർ പാലസാണ്.
അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഫാദർ ഹൈദർ അലി അവരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഫിനിഷ് ചെയ്തത് ടിപ്പു സുൽത്താനാണെന്നാണ് പറഞ്ഞത്. 1790 ಅವ್ರ ಮಗ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಕಂಪ್ಲೀಟ್ ಮಾಡಿದ್ದು. ಪ್ಯಾಲೇಸ್ ಕಟ್ಟೋಕ್ಕೆ 10 ವರ್ಷ ಆಯಿತು. ಮೇಲೆ ಕೆಳಗಡೆ ಎಲ್ಲ ಮರ ಎಂದು ಟೇಕ್ ಮರ. ಕಾವೇರಿ ನದಿದೆಲ್ಲ ಮೈಸೂರಲ್ಲಿ ನದಿಯಲ್ಲಿ ಈ ಮರ ಎತ್ಕೊಂಡೋಗು 3 ವರ್ಷ. ಆ ನೀರು ಟೋಟಲ್ ಪಿಲ್ಲರ್ 160 ಪಿಲ್ಲರ್, 80% ಮರ, 20% ಮಣ್ಣು. ನಾಳೆ ಮೈಸೂರು ಹೋಗೋ ರಸ್ತೆಯಲ್ಲಿ ಶ್ರೀರಂಗಪಟ್ಟಣ ಇದೆ, ಅಲ್ಲಿ ಟಿಪ್ಪು ಫೋಟೋ, ಟಿಪ್ಪು ಸಮಾಧಿ, ಟಿಪ್ಪು ದೌಲತ್ ದರ್ಬಾರು, ಹಂಗೆ ರಾಜಧಾನಿ ದರ್ಗಾ, ರಂಗನಾಥ ಸ್ವಾಮಿ ಟೆಂಪಲ್ ಎಲ್ಲ ಅಲ್ಲಿದೆ. ഈ ഒരു പാലസ്, പിന്നെ വരുന്നത് ബോട്ടാണിക്കൽ ഗാർഡൻ ഓഫ് ബാംഗ്ലൂർ, പിന്നെ ഒരു മ്യൂസിയം. ഇതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്.